പൊന്നാനി അക്ബർ ഗ്രൂപ്പ് സംരംഭമായ നൂർ ഡയബറ്റിക് ആൻഡ് പോഡിയാട്രിക് സെന്റർ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാര മേഖലയിൽ 4.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള KV അബ്ദുൽ നാസർ ചെയർമാനായ അക്ബർ ഗ്രൂപ്പ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളുമായി ആരോഗ്യ മേഖലയ്ക്ക് കരുത്തുപകരാൻ പൊന്നാനിയിലെ ആദ്യ ഡയബറ്റിക് ആൻഡ് പീഡിയാട്രിക് സെന്ററുമായി നൂർ ഹോസ്പിറ്റൽ KK ജംഗ്ഷനിൽ എടപ്പാൾ റോഡിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ജനറൽ മെഡിസിൻ, പൾമനോളജി, ENT, ഓർത്തോപീഡിക്സ്, നെഫ്രോളജി, യൂറോളജി, കാർഡിയോളജി, എൻഡോക്രിനോളജി, ഡെർമറ്റോളജി, പീഡിയാട്രിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ഗൈനോളജി, ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ തുടങ്ങിയ വിഭാഗങ്ങളിലെ മികച്ച ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ഉദ്ഘാടന വേളയിൽ വിതരണം ചെയ്യുന്ന കൂപ്പണിലൂടെ ഡോക്ടർ കൺസൾട്ടേഷൻ സൗജന്യം. ഫെബ്രുവരി 10 തിങ്കളാഴ്ച രാവിലെ 9-ന് പൊന്നാനി മഖ്ദൂം MP മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ ചലച്ചിത്ര താരം TN ശ്രാവണ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കൂടാതെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. നൂർ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് നിർവഹിക്കപ്പെടുന്നതാണ്. പൊന്നാനിയിൽ തന്നെയുള്ള ഏറ്റവും വലിയ ഡയബറ്റിക് ഹോസ്പിറ്റലാണ് നൂർ ഹോസ്പിറ്റൽ. പൊന്നാനിയിലുള്ള പാവപ്പെട്ട പ്രമേഹ രോഗികൾക്ക് ഏറ്റവും ആധുനികമായ ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് ഈ ആശുപത്രി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. KV അബ്ദുൽ നാസർ സാഹിബിൻ്റെ ഒരു പുതിയ സംരംഭം നൂർ ഹോസ്പിറ്റൽ ഈ വരുന്ന 10-ാം തീയതി തിങ്കളാഴ്ച കാലത്ത് 9 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. പൊന്നാനി എടപ്പാൾ റോഡിലുള്ള കുണ്ടോട് ജംഗ്ഷനിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. നമ്മുടെ പൊന്നാനി മഖ്ദൂം മുത്തുക്കോയ തങ്ങളാണ് ഇതിൻ്റെ ഉദ്ഘാടകൻ. സാന്നിധ്യം കൊണ്ട് നമ്മുടെ ബെസ്റ്റ് എന്ന സിനിമയിലെ നായിക ശ്രാവണയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ KV അബ്ദുൽ നാസറിന്റെ സാന്നിധ്യത്തിലാണ് ഇതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. We started conducting many surveys and also medical camps. നമ്മൾ ഈ മെഡിക്കൽ ക്യാമ്പിൽ കണ്ടുപിടിച്ചത് ഒരേ ഒരു വിഷയമാണ്. എക്സാമ്പിൾ എവറി 1 or 2 പേഷ്യൻസ്, ഏതൊരു പേഷ്യൻ്റ് ആയെങ്കിലും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയെങ്കിലും ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് ആയെങ്കിലും ദേ ആർ സഫറിങ് ഫ്രം ഡയബറ്റീസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പറയുന്ന ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, കാർഡിയക് ഡിസീസ്, പിന്നെ ഒബിസിറ്റി, ഇതുപോലെ കുറേ കാര്യങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് നമ്മൾ കൊടുത്തപ്പോഴാണ് നോസർ പാസ് തീരുമാനമെടുത്തത് നമ്മളൊരു എക്സ്ക്ലൂസീവ് ഡയബറ്റിക് പ്രീമിയം സെൻറ്റർ തുടങ്ങിയാലാണ് ഒരു ഫസ്റ്റ് തുടങ്ങിയതാണ്. ദാറ്റ്സ് ഹൗ ദിസ് കോൺസെപ്റ്റ് ഹാസ് കം ഇൻ ദ സ്റ്റേജ്. സോ ബേസിക്കലി നോട്ട് ഓൺലി ഡയബറ്റീസ് ബന്ധപ്പെട്ടിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ലൈക്ക് കിഡ്നി ഡിസീസ്, ഡയബറ്റിക് റെറ്റിനോപ്പത്തി, ഇതുപോലെ കുറേ കോംപ്ലിക്കേഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഡയബറ്റിക്കിനെ പ്രിവെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഡയബറ്റിക്സ് തുടങ്ങിയത്. So that's how the story. The phase 1 we are planning to launch diabetic and podiatric center. Podiatric center is nothing but diabetic food care ആണ്. അപ്പോൾ അതിൽ നമ്മൾ പൊന്നാനിയിൽ ആദ്യമായിട്ടാണ് ഇത് നമ്മൾ തുടങ്ങുന്നത്. We have launched the advanced machines to early diagnosis of diabetic complications. നരമ്പ് ബാധിച്ചുള്ള അസുഖങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ നമ്മൾ എത്തിയിട്ടുണ്ട്. ഫംഗൽ ഇൻഫെക്ഷൻസ്, കാലുകളിലെ തരിപ്പ്, പോകച്ചിൽ, മരവിപ്പ്, അതുപോലെ തന്നെ ഡയബറ്റിക് ചാർക്കോട്ട് ജോയിൻ്റ് എന്ന് പറയും, അങ്ങനെയുള്ള ആർത്രോപ്പതികളെല്ലാം ഇത്തരം രോഗങ്ങളെ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതാണ് ഒരു പൊഡിയാട്രിക് വിങ് അല്ലെങ്കിൽ ഫുഡ് കെയർ യൂണിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പൊന്നാനിയിൽ ഒരു ന്യൂ ഹോസ്പിറ്റൽ പ്രവർത്തന സജ്ജമാകാൻ പോവുകയാണ്. ഈ ഹോസ്പിറ്റലിൽ ഡയബറ്റിക് ഓട്ടോ ലാബ്, അതായത് നമ്മുടെ ഡയബറ്റിക്കിൻ്റെ ഉള്ള കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള പെരിഫറൽ ന്യൂറോപ്പതി, അതുപോലെ തന്നെ പെരിഫറൽ വാസ്കുലർ ഡിസീസ്. പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം ഞരമ്പിനെ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകൾ. അതുപോലെ തന്നെ പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറയുമ്പോൾ രക്തക്കുഴലുകളെ ബാധിച്ച് ക്രമേണ രക്തപ്രവാഹത്തിൻ്റെ സർക്കുലേഷൻ കുറയുന്ന അവസ്ഥ എന്നിവയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ്, ഇതെല്ലാം ഡയബറ്റിക് ഓട്ടോ ലാബ് വഴി നമുക്ക് നേരത്തെ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ കാർഡിയാക് ഓട്ടോണോമിക് ന്യൂറോപ്പത്തിക് സ്കാൻ ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രമേഹ രോഗികൾക്കും ഇതൊരു വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു ചികിത്സാ രീതികളും നൂതന സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബേസിക്കലി ഞാൻ ENT ബേസ്ഡാണ്. ENT തലവേദന, തലച്ചുറ്റ്, മൂക്കടപ്പ്, അങ്ങനെയുള്ള അലർജി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, പിന്നെ ജനറൽ മെഡിസിൻ,
പിന്നെ പൾമനോളജി, ശ്വാസകോശ ഡിപ്പാർട്ട്മെൻറ്റായ പൾമനോളജി, പിന്നെ തൈറോയ്ഡ് പരമായ അഡ്വാൻസ്ഡ് കെയറിന് വേണ്ടുന്ന എൻഡോക്രൈനോളജി, പിന്നെ ന്യൂറോളജി, അങ്ങനെ ഒരുപാട് മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരു കുടക്കീഴിൽ നല്ല ക്ലീൻ ആൻഡ് ഹൈജീനിക് ഫെസിലിറ്റി കൂടി നടക്കുന്ന. വാർത്താ സമ്മേളനത്തിൽ കർമ്മ ബഷീർ, പബ്ലിക് ഹെൽത്ത് കൺസൾട്ടന്റ് ഡോക്ടർ ടി പ്രഭു, ഫാമിലി ഫിസിഷ്യൻ ഡോക്ടർ കെ എം ഹസീന, ഡോക്ടർ റിജിത്ത്, സലീം, പി വി അയ്യൂബ് എന്നിവർ പങ്കെടുത്തു. പേജ് ന്യൂസ് പൊന്നാനി. പൊന്നാനി മേഖലയിൽ CBSE ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ. 10 വരെയുള്ള എല്ലാ ക്ലാസുകളിലും CBSE NCERT സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ 6 വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത്. വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു. ഹിലാൽ പബ്ലിക് സ്കൂൾ, പൊന്നാനി.